ഗൾഫ് മേഖലയിലെ അനിശ്ചിതാവസ്ഥയെ തുടർന്ന് UAE വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ്. ആഴ്ചകൾക്ക് ശേഷം വിമാന സർവീസുകൾ പഴയപടിയാകുന്നുവെന്ന് സൂചനകൾ. എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രമുഖ എയർലൈനുകൾ യാത്രക്കാർക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഗൾഫ് മേഖലയിലെ അനിശ്ചിതാവസ്ഥയെ തുടർന്ന് UAE വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുകയാണ്. ആഴ്ചകൾക്ക് ശേഷം വിമാന സർവീസുകൾ പഴയപടിയാകുന്നതിന്റെ സൂചനകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രമുഖ എയർലൈനുകൾ യാത്രക്കാർക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരും നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ പരിമിതമായ ഷെഡ്യൂളുകൾ മാത്രമാണ് എമിറേറ്റ്സ് നൽകുന്നത്. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രമേ കൂടുതൽ വിമാനങ്ങൾ അനുവദിക്കുമെന്നാണ് വിവരം. ഫെബ്രുവരി 28-നും ഏപ്രിൽ 30-നും ഇടയിൽ യാത്ര നിശ്ചയിച്ചിരിക്കുന്നവർക്ക് ജൂൺ 15 വരെ അധിക ചാർജ് ഇല്ലാതെ ടിക്കറ്റ് മാറ്റാം. ഏപ്രിൽ 2 മുതൽ ടിക്കറ്റ് എടുത്തവർക്കും ഫ്രീ ഡേറ്റ് ചേഞ്ച് സൗകര്യമുണ്ട്. ദുബായിലെ സിറ്റി ചെക്ക് ഇൻ സെന്ററുകൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഓൺലൈനായി പരിശോധിക്കേണ്ടതുണ്ട്. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ശനിയാഴ്ച പശ്ചിമേഷ്യയിലേക്ക് 42 സർവീസുകളാണ് പ്ലാൻ ചെയ്തത്. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി, കൊച്ചി, കോഴിക്കോട് സെക്ടറുകളിലേക്ക് വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ടിക്കറ്റ് റദ്ദാക്കപ്പെട്ടവർക്ക് വെബ്സൈറ്റ് വഴി മുഴുവൻ തുകയും തിരികെ ലഭിക്കും. ഇതിനായി ഫോൺ നമ്പറും ഇമെയിലും എയർലൈൻ സൈറ്റുകളിൽ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയിൽ ജാഗ്രത തുടരുന്നതിനാൽ അന്താരാഷ്ട്ര എയർലൈനുകൾ പലതും ഗൾഫ് റൂട്ടുകൾ ഒഴിവാക്കി മറ്റ് സുരക്ഷിത പാതകളിലൂടെയാണ് സർവീസ് നടത്തുന്നത്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കാനും എയർലൈനുകളിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾക്കായി കാത്തിരിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. അതിനാൽ തന്നെ യാത്രയ്ക്ക് മുൻപ് എയർലൈനുകളുടെ മൊബൈൽ ആപ്പുകളോ വെബ്സൈറ്റുകളോ വഴി വിമാനത്തിന്റെ തത്സമയ വിവരവും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.